രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്റെ കുടത്തിനെന്തെങ്കിലും കേടുപറ്റിയുണ്ടല്ലോ. അതിനമ്മ ഈ തല്ലിനെ നിർത്തിയാ പോരെ. തയ്ക്കാനുള്ള തുണിയെല്ലാം അങ്ങനെ തന്നെ കിടക്കുക. അത് തന്നവരെല്ലാം നീ പണിയെടുക്കാതെ അവിടെ ഇവിടെയും കറങ്ങി നടക്കുന്ന കണ്ടെന്നേ എന്റെ അടുത്ത് വന്ന് പറയുമ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോവാ. എന്നിട്ട് സ്പീക്കറിൽ തയ്യൽ മെഷീന്റെ ശബ്ദം ഇട്ടിട്ട് അവൾ ഓടി വിളിച്ച് പുറത്തു പോയിരിക്കുന്നു. ചട്ടമ്പി പാറു. എടി അങ്ങനെ വിളിക്കുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും ചമ്മല് കാണിക്കടി. വലിയ മെഡല് കിട്ടിയതുപോലെ അവൾ അഭിമാനിക്കുന്നത് കണ്ടില്ലേ? എന്തിനാ എന്നെ കുഞ്ഞിനെ ഇങ്ങനെ തല്ലുന്നേ? ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഇവളല്ലേ? കുറച്ച് വൈകിയാലെന്താ? കൊടുക്കുന്ന തുണിയെല്ലാം കൃത്യമായി ഇവൾ തയ്ച്ചു കൊടുക്കുന്നില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കാച്ചാ. ഇവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നതിന് മുമ്പേ ഇവള് ചെയ്ത് എന്താണെന്ന് അന്വേഷിച്ചുകൂടെ? ഇവളെന്താ ചെയ്തേ? എന്താ ചെയ്തെന്നോ? സൈക്കിൾ റേസിന് പോയിട്ടുണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുകയും സൈക്കിൾ റേസിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതല്ലേ ഇവിടെ ആകെയുള്ള സന്തോഷം. അതും കൂടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതിന് പുന്നാര മോളെ ഓട് പൊളിച്ച് വീടിയാടി തന്നെ പോണോ? ഓട് പൊളിച്ചോ? അല്ലേ? എന്താ പാറു? അയ്യോ, ഞാൻ എന്തായി കേട്ടെ? സോറി അച്ഛാ, വേറെ വഴിയില്ലായിരുന്നു. ഇപ്പൊ എന്താ പറയാനുള്ളത്? നീ ഇവളെ മുറി പൂട്ടിയിട്ടുണ്ടല്ലേ, എന്റെ മോക്ക് ഓട് പൊളിക്കേണ്ട അവസ്ഥ ഉണ്ടായത്? അങ്ങനെ ചോദിക്കച്ചാ. എന്റെ ഭാര്യയെ നീ പോയി നിന്റെ ജോലി നോക്കി. എന്റെ കയ്യിൽ നിന്റെ കിട്ടൂടി അപ്പ കാണിച്ചു തരാം. ഇങ്ങനെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുക. നീ പോ. നീ വാ. റേസിന് പോയിട്ട് എന്തായി മോളെ? അതൊക്കെ ജയിച്ചില്ലേ അച്ഛാ? ഒന്നാം സമ്മാനം 50,000 രൂപയായിരുന്നു. 50,000? പിന്നെന്തിനാ നിന്റെ അമ്മ ഇങ്ങനെ വെള്ളം വെക്കത്തെ? അത് സമ്മാനത്തുകയെ പറ്റി